ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് റിയൽ നമ്പേഴ്സ് എന്ന ചാപ്റ്ററിൽ കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഷോ ദാറ്റ് n സ്ക്വയർ മൈനസ് 1 ഈസ് ഡിവിസിബിൾ ബൈ 8 ഇഫ് n ഈസ് എൻ ഓഡ് പോസിറ്റീവ് ഇൻറ്റീജർ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് n സ്ക്വയർ മൈനസ് 1 ഈസ് ഡിവിസിബിൾ ബൈ 8. ഇവിടെ n ഓഡ് പോസിറ്റീവ് ഇൻറ്റീജർ ആണ്. അപ്പോൾ നമ്മൾ യൂക്ലിഡ്സ് ഡിവിഷൻ ലെവൻ അപ്ലൈ ചെയ്യുമ്പോൾ, അതായത് let n be any positive integer and b equal to let n be any positive integer and b equal to 4 എന്ന് കൊടുക്കുക. നമുക്കിവിടെ 8 കൊണ്ടാണ് ഡിവൈഡ് ആവേണ്ടത്. അപ്പോൾ b equal to 4 എന്ന് കൊടുത്തു. അപ്പോൾ നമ്മളെ കണ്ടീഷൻ എങ്ങനെയാണ് വരിക? n equal to 4q plus r. അവിടെ r എന്ന് പറഞ്ഞാൽ 0 ലെസ് ഇങ്ങനെയാണ് വരുന്നത്. r എന്ന് പറയുന്നത് 0 1 2 3 വരും. അപ്പോൾ ഇതിൽ നമുക്ക് ഓഡ് പോസിറ്റീവ് ഇൻറ്റീജർ ആണ്. ഓഡ് പോസിറ്റീവ് ഇൻറ്റീജർ ഏതൊക്കെയാണ് വരിക? ആറിൻ്റെ വാല്യൂ 1ഉം അതുപോലെ 3ഉം ആണ് വരിക. അതായത് n ഈക്വൽ ടു 4q പ്ലസ് 1. ഇത് നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല, കാരണം n ഈസ് എൻ ഓഡ് പോസിറ്റീവ് ഇൻറ്റീജർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ n സ്ക്വയർ മൈനസ് 1 ഈസ് ഡിവിസിബിൾ ബൈ 8 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ n ഈക്വൽ ടു 4q പ്ലസ് 1, പിന്നെ n ഈക്വൽ ടു 4q പ്ലസ് 3. ഇതിന് രണ്ടിനെയും മാത്രം n സ്ക്വയർ മൈനസ് 1 ഡിവിസിബിൾ ബൈ 8 എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ ആദ്യത്തത് n ഈക്വൽ ടു 4q പ്ലസ് 1. ഇത് രണ്ടും മാത്രമേ നമുക്ക് ഓഡ് പോസിറ്റീവ് ഇൻറ്റിജർ ആയിട്ട് വരുള്ളൂ. അതുകൊണ്ടാണ് ഇത് രണ്ടും മാത്രം എടുക്കുന്നത്. 0 ആവുമ്പോൾ ഈവൻ ഇൻറ്റിജർ ആണ്, 2 ആവുമ്പോഴും ഈവൻ ഇൻറ്റിജർ ആണ്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് ഇവിടെ ഓഡ് പോസിറ്റീവ് ഇൻറ്റിജർ എന്ന് എഴുതുക. അതിനുശേഷം n സ്ക്വയർ മൈനസ് 1 ഡിവിസിബിൾ ബൈ 8 എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ n സ്ക്വയർ എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ക്വയർ ആണ് വരിക. n സ്ക്വയർ മൈനസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4q പ്ലസ് 1 ഹോൾ സ്ക്വയർ മൈനസ് 1. കാരണം n എന്ന് പറയുന്നത് 4q പ്ലസ് 1 ആണെങ്കിൽ n സ്ക്വയർ എന്ന് പറയുന്നത് 4q പ്ലസ് 1 ഹോൾ സ്ക്വയർ വരും മൈനസ് 1. അപ്പോൾ ഇത് a പ്ലസ് ബി ഹോൾ സ്ക്വയർ എങ്ങനെയാണ്? 16q സ്ക്വയർ പ്ലസ് 8q പ്ലസ് 1 മൈനസ് 1. അപ്പോൾ 16q സ്ക്വയർ പ്ലസ് 8q നമുക്ക് എന്തുകൊണ്ടാണ് ഡിവൈഡ് ആവേണ്ടത്? 8 കൊണ്ടാണ്. അപ്പോൾ 8 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക. കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുമ്പോൾ ഇവിടെ 2q സ്ക്വയർ പ്ലസ് ഇവിടെ എന്ത് വരും? q മാത്രം വരും. ഇത് m ആയിട്ട് കൊടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 8m, വേർ m ഈക്വൽ ടു 2q സ്ക്വയർ പ്ലസ് q ആണ്. എന്നിട്ട് പറയാം n സ്ക്വയർ therefore n സ്ക്വയർ മൈനസ് 1 ഈസ് ഡിവിസിബിൾ ബൈ 8. അപ്പോൾ ആദ്യത്തെ ഓഡ് പോസിറ്റീവ് ഇൻറ്റിജർ നമ്മൾ എന്ത് ചെയ്യും? ഡിവിസിബിൾ n സ്ക്വയർ മൈനസ് 1 ഈസ് ഡിവിസിബിൾ ബൈ 8 ആണെന്ന് പ്രൂവ് ചെയ്തു. ഇനി അടുത്തത് n ഈക്വൽ ടു 4q പ്ലസ് 3. അതും അതേപോലെ n സ്ക്വയർ മൈനസ് 1 ഡിവിസിബിൾ ബൈ 8 എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി ആദ്യം n ഈക്വൽ ടു 4q പ്ലസ് 3. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇനി n സ്ക്വയർ മൈനസ് 1 ആണ്. n സ്ക്വയർ മൈനസ് 1 എന്ന് പറയുന്നത് 4q പ്ലസ് 3 ഇതിൻ്റെ സ്ക്വയർ മൈനസ് 1. ഇത് നമ്മൾ ക്വസ്റ്റ്യനിലുള്ള പോലെ അവിടെ പ്രൂവ് ചെയ്യുക വേണ്ടു. n സ്ക്വയർ മൈനസ് 1 ഡിവിസിബിൾ ബൈ 8. അപ്പോൾ ഇവിടെ എന്തായി? ഇത് a പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 16q സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 4 8, 8 ഇൻറ്റു 3 24, 24q പ്ലസ് 3 സ്ക്വയർ എന്ന് പറയുന്നത് 9 മൈനസ് 1. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ കിട്ടും? 16q സ്ക്വയർ പ്ലസ് 24q പ്ലസ് 8. നമുക്ക് 8 കൊണ്ട് ഡിവൈഡ് ആവണം. അപ്പോൾ എന്ത് ചെയ്യുക? 8 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക. 8 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുമ്പോൾ ഇവിടെ 2q സ്ക്വയർ പ്ലസ് 3q പ്ലസ് 1 വരും. ഇതിന് നമ്മൾ m എന്ന് കൊടുത്താൽ മതി. അപ്പോൾ 8m. therefore n സ്ക്വയർ മൈനസ് 1 ഈസ് ഡിവിസിബിൾ ബൈ 8. ഇവിടെ വേർ m ഈക്വൽ ടു 2q സ്ക്വയർ പ്ലസ് 3q പ്ലസ് 1 എന്ന് കൊടുക്കുക. ഈസ് ഡിവിസിബിൾ ബൈ 8. അപ്പോൾ രണ്ട് ഓഡ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആണുള്ളത്. 4q പ്ലസ് 1ഉം 4q പ്ലസ് 3ഉം. അത് ഡിവിസിബിൾ ബൈ 8. n സ്ക്വയർ മൈനസ് 1 ഈസ് ഡിവിസിബിൾ ബൈ 8 എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. ഫോർ എനി പോസിറ്റീവ് ഇൻറ്റീജർ n പ്രൂവ് ദാറ്റ് n ക്യൂബ് മൈനസ് n ഈസ് ഡിവിസിബിൾ ബൈ 6 ആണ്. ഇവിടെ n ക്യൂബ് മൈനസ് n ഈസ് ഡിവിസിബിൾ ബൈ 6. അപ്പോൾ n ക്യൂബ് മൈനസ് n എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? n ഇൻറ്റു n സ്ക്വയർ മൈനസ് 1. അതായത് n ഇൻറ്റു n സ്ക്വയർ മൈനസ് 1 എന്ന് പറഞ്ഞാൽ n സ്ക്വയർ മൈനസ് 1 സ്ക്വയർ എന്താണ് വരിക? a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി. അതായത്
അപ്പോൾ ഇതൊരു നമ്മൾ ഓർഡറിൽ എഴുതുകയാണെങ്കിൽ n-1 n+1 ഇതെന്താണ്, അടുത്തടുത്തുള്ള നമ്പേഴ്സാണ്. അതായത് 3 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സാണിത്. അപ്പോൾ 3 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 6 എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ നമ്പർ n³ - n ഈസ് ഡിവിസിബിൾ ബൈ 6 എന്ന് പറയാം. അപ്പോൾ അതിനു വേണ്ടി ആദ്യം നമ്മൾ ലെറ്റ് എ ബി എനി പോസിറ്റീവ് ഇൻറ്റീജർ ആൻഡ് ബി ഈക്വൽ ടു 3 എന്ന് എടുക്കണം. 6 കൊണ്ടാണ് നമുക്ക് ഡിവിസിബിൾ ആവേണ്ടത്. ബി ഈക്വൽ ടു 3 എന്ന് എടുത്തു. ലെറ്റ് എ ബി എനി പോസിറ്റീവ് ഇൻറ്റീജർ ആൻഡ് ബി ഈക്വൽ ടു 3. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ എന്തായിരിക്കും? എ ഈക്വൽ ടു 3q പ്ലസ് ആർ വേർ ആർ ഈക്വൽ ടു, അതായത് 0, 1, 2 മാത്രമേ വരുള്ളൂ. 0 r 3 ആണ്. അപ്പോൾ 0, 1, 2. അപ്പോൾ നമ്മൾ എ എന്ന് പറയുന്നത് എന്തായിരിക്കും? കേസ് 1ൽ 3q r 0 ആവുമ്പോൾ എ ഈക്വൽ ടു 3q ആയിരിക്കും. അടുത്തത് എ ഈക്വൽ ടു 3q പ്ലസ് 1 കിട്ടും. അടുത്തതിന് നമുക്ക് എ ഈക്വൽ ടു 3q പ്ലസ് 2 എന്നാണ് കിട്ടുക. അപ്പോൾ ഇതിൽ നമുക്ക് ലെറ്റ് 3 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് 3 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ബി a+1 ആൻഡ് a+2 ആയിട്ട് എടുക്കുന്നു. നമുക്ക് എളുപ്പത്തിന് വേണ്ടി, അതായത് ഇവിടെ നെഗറ്റീവ് വരുമ്പോൾ നമുക്ക് കാൽക്കുലേഷൻ കുറച്ച് ബുദ്ധിമുട്ടാവുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ലെറ്റ് 3 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ബി a+1 a+2. അപ്പോൾ കേസ് 1ൽ a ഈക്വൽ ടു 3q ആണ്. കേസ് 1ൽ a ഈക്വൽ ടു 3q. അപ്പോൾ നമ്മൾ എന്താണ് ഇവിടെ പ്രൂവ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് 3 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 6. അത് ഡിവിസിബിൾ ബൈ 6 ആണെങ്കിൽ n³ - n എന്തായാലും ഡിവിസിബിൾ ബൈ 6 ആയിരിക്കും. കാരണം n³ - n എന്ന് പറയുന്നത് നമുക്ക് എന്താ കിട്ടിയിട്ടുള്ളത്? n-1 n+1. അപ്പോൾ n-ന് നമ്മൾ എന്തെങ്കിലും ഒരു വാല്യൂ കൊടുക്കുന്നു, 1 എന്ന് കൊടുക്കുന്നു എന്ന് വിചാരിക്കും. അപ്പോൾ n-1 0, ഇവിടെ 2. ഇനി n നമ്മൾ 2 ആ കൊടുക്കുന്നതെങ്കിൽ ഇത് 1, 2, 3 ഇങ്ങനെയാണ് കിട്ടുന്നത്. അതായത് അടുത്തടുത്തുള്ള 3 നമ്പേഴ്സാണ് അത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് പ്രൂവ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി എന്ത് ചെയ്തു? 3 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ബി a+1 a+2 അങ്ങനെ എടുത്തു. അങ്ങനെ എടുത്തപ്പോൾ നമ്മുടെ കണ്ടീഷൻ ആദ്യം എന്താണ്? a ഈക്വൽ ടു 3q. അതിൽ നമ്മൾ ഇനി a × a+1 × a+2 അത് കണ്ടുപിടിച്ചിട്ട് അത് ഡിവിസിബിൾ ബൈ 6 എന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പം അതിനു വേണ്ടി ഇവിടെ a എന്ന് പറയുന്നത് 3q ആണ്. a+1 എന്ന് പറയുന്നത് 3q പ്ലസ് 1 ആണ്. a+2 എന്ന് പറയുന്നത് എന്തായിരിക്കും? 3q പ്ലസ് 2 ആയിരിക്കും. ഇതിൽ ഇനിയിപ്പോൾ നമുക്ക് 3q ഇത് ഇവിടെ ഇങ്ങനെയുണ്ട്. ഈ 3q പ്ലസ് 1 × 3q പ്ലസ് 2 എന്ന് പറയുന്നത് നമ്മൾ 2r ആയിട്ടാണ് എടുക്കുന്നത്. കാരണം അടുത്തടുത്തുള്ള 2 നമ്പേഴ്സ്, അതായത് 1, 2, 3 എന്നുള്ള നമ്മുടെ 3 നമ്പേഴ്സ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അടുത്തടുത്തുള്ള 2 നമ്പർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ഒരു ഈവൻ ഇൻറ്റീജർ ആണ് കിട്ടുക. അപ്പോൾ ഇവിടെ 2r എന്ന് എഴുതാൻ കാരണം r എന്ന് പറയുന്നത് ഒരു ഈവൻ ഇൻറ്റീജർ ആണ്. അതുകൊണ്ട് 3q പ്ലസ് 1ഉം 3q പ്ലസ് 2 എന്നുള്ളത് നമ്മൾ 2r എന്ന് കൊടുത്തു. അവിടെ വന്നിട്ട് നിങ്ങൾ ബ്രാക്കറ്റിൽ എഴുതുക. അതായത് പ്രോഡക്റ്റ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് ഇൻറ്റീജേഴ്സ് ഈസ് ഓൾവേസ് ആൻ ഈവൻ ഇൻറ്റീജർ എന്ന് പറയാം. പ്രോഡക്റ്റ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് ഇൻറ്റീജർ ഈസ് ഓൾവേസ് ആൻ ഈവൻ ഇൻറ്റീജർ ആയിരിക്കും. ഈവൻ ഇൻറ്റീജർ ആവുന്നത് കൊണ്ട് അങ്ങനെ എഴുതിയതിന് ശേഷം ഈവൻ ഇൻറ്റീജർ ആണ്, അത് നമ്മൾ എന്തായിട്ട് എടുത്തു? 2r എന്ന് എടുത്തു. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് 6qr. അപ്പോൾ നമുക്കിത് എന്ത് പറയാം? ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 6. ഈസ് ഡിവിസിബിൾ ബൈ 6 എന്ന് പറയാം. അപ്പോൾ ആദ്യത്തെ കേസിൽ നമുക്ക് അതായത് 3 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആണ് ഇവിടെ നമ്മൾ ഡിവിസിബിൾ ബൈ 6 എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ ഓരോ കേസിലും നമ്മൾ ചെയ്യണം. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് n³ - n ഈസ് ഡിവിസിബിൾ ബൈ 6 എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ n³ - n നമ്മൾ എന്ത് ചെയ്തു? n ഇങ്ങനെ മാറ്റി എഴുതി, n × n² - 1. അപ്പോൾ നമുക്ക് കിട്ടുന്നത് n × n-1 n+1. അത് ഒരു ഓർഡറിൽ നമ്മൾ എഴുതുകയാണ്. n-1 n n+1 അത് എന്ന് പറയുന്നത് 3 അടുത്തടുത്തുള്ള നമ്പേഴ്സാണ്.
അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അതിൽ മൈനസ് എല്ലാം വന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ 3 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് a+1 a+2 എന്ന് എടുക്കുകയാണ്. അപ്പോൾ ഈ a+1 a+2 എന്നുള്ളത് നമ്മൾ ഡിവിസിബിൾ ബൈ 6 എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ n³ - n ഡിവിസിബിൾ ബൈ 6 ആണ്. അതിനു വേണ്ടി ആദ്യത്തെ കേസ് നമുക്ക് ഇവിടെ a = 3³ + r യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ അപ്ലൈ ചെയ്തപ്പോൾ a = 3³ + r കിട്ടി. അവിടെ r എന്ന് പറയുന്നത് 0 1 2 വരെയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ r = 0 എടുക്കുമ്പോൾ a = 3q എന്ന് കിട്ടി. r = 1 എന്ന് എടുത്തപ്പോൾ നമുക്ക് a = 3q + 1 എന്ന് കിട്ടി. r = 2 എടുക്കുകയാണെങ്കിൽ a = 3q + 2. അപ്പോൾ ഈ ഓരോ കേസും നമ്മൾ ഡിവിസിബിൾ ബൈ 6 എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ കേസിൽ നമ്മൾ a = 3q. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മളെ 3 കോൺസിക്യൂട്ടീവ് ഇൻറ്റിജേഴ്സ് എന്താണ്, a+1 a+2 ആണ്. ഈ 3 നമ്പറും നമ്മൾ എന്ത് ചെയ്യണം, ഡിവിസിബിൾ ബൈ 6 എന്ന് പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി ആദ്യം a = 3q എന്ന് എഴുതി. അതിനുശേഷം a+1 എന്ന് പറയുമ്പോൾ 3q + 1, a+2 എന്ന് പറയുമ്പോൾ 3q + 2 വന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് 3q 3q + 1 3q + 2. ഇത് ഡിവിസിബിൾ ബൈ 6 എന്ന് പറയാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ അടുത്ത കണ്ടീഷൻ എന്ത് പറയുന്നു, അടുത്തടുത്തുള്ള 2 അതായത് 2 കോൺസിക്യൂട്ടീവ് ഇൻറ്റിജേഴ്സ്, ഇവിടെ 2 കോൺസിക്യൂട്ടീവ് ഇൻറ്റിജേഴ്സ് എപ്പോഴും എന്തായിരിക്കും, ഒരു ഈവൻ ഇൻറ്റിജർ ആയിരിക്കും. നമ്മളിപ്പോൾ ഏതെടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ അടുത്തടുത്തുള്ള 16 17 18 എടുക്കുന്നു. 17 × 18 ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഈവൻ ഇൻറ്റിജറാണ് കിട്ടുക. വേണ്ടോ 2 3 4 എടുക്കുന്നു. 3ഉം 4ഉം മൾട്ടിപ്ലൈ ചെയ്താൽ എന്താണ് 12 ആണ്. അപ്പോൾ അടുത്തടുത്തുള്ള 2 ഇൻറ്റിജർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ഈവൻ ഇൻറ്റിജറാണ് കിട്ടുക. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, 2r എന്ന് കൊടുത്തു അവിടെ. അപ്പോൾ 3q × 2r എന്ന് പറയുന്നത് 6qr എന്ന് കിട്ടി. 6ന്റെ മൾട്ടിപ്പിൾ ആയിട്ടാണ് അവിടെ കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് അത് ഡിവിസിബിൾ ബൈ 6 എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്തു. ആദ്യത്തെ കേസ് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ a = 3q ആണ് നമ്മൾ പ്രൂവ് ചെയ്തത്. ഇനി കേസ് 2, കേസ് 2ൽ a = നമുക്ക് എന്ത് കിട്ടും, അതായത് r = 0 നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി r = 1 ആവുമ്പോൾ 3q + 1 ആണ്. നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്, a+1 × a+2 ഡിവിസിബിൾ ബൈ 6 എന്ന് പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടി a എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ 3q + 1 ആണ്. അടുത്തത് a+1 എന്ന് പറയുമ്പോൾ 3q + 1 + 1. അപ്പോൾ എന്തായി, 3q + 2. അടുത്തത് 3q + 3 എന്നായി. ഇനി ഇതിൽ 3q + 1 3q + 2 3q + 3. ഇതിൽ നമുക്ക് ഇത് രണ്ടും വേണമെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് അത് 2r എന്ന് കൊടുക്കുക. ഇവിടെ 3 × q + 1, അതായത് 3 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. അപ്പോൾ q + 1, അപ്പോൾ 6r × q + 1 ആണ്. ഇത് മൾട്ടിപ്പിൾ ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. therefore it is divisible by 6. അപ്പം നമ്മൾ ഡിവിസിബിൾ ബൈ 6 എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തതെന്ന് പറയുന്നത് കേസ് 3ലും നമ്മൾ ഇതേപോലെ ചെയ്യണം. കേസ് 3 എന്ന് പറയുമ്പോൾ r = 2 ആണ്. r = 2 ആവുമ്പോൾ ഇവിടെ a = 3q + 2 ആവും. a = 3q + 2, a × a+1 × a+2. അപ്പോൾ അവിടെ നമുക്ക് a എന്ന് പറയുന്നത് 3q + 2, a+1 എന്ന് പറയുന്നത് 3q + 2 + 1. അപ്പോൾ എത്രയാണ്, 3q + 3. ഇനി അവിടെ a+2 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കൂടെ ഒരു 2ഉം കൂടി ആഡ് ചെയ്യുക, 3q + 4. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ എഴുതുകയാണ് 6 × r, അതായത് മൾട്ടിപ്പിൾ ഓഫ് 6, മൾട്ടിപ്പിൾ ഓഫ് 6 for every integer q. ന് എപ്പോഴും മൾട്ടിപ്പിൾ ഓഫ് 6 ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതും നമുക്ക് എന്ത് പറയാം, ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 6 ആണ്. അപ്പോൾ ഇതും ഡിവിസിബിൾ ബൈ 6 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് 3 കേസും ഡിവിസിബിൾ ബൈ 6 കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് പറയാം, hence the product of 3 consecutive numbers is
divisible by 6. 3 consecutive numbers is divisible by 6 ആയതുകൊണ്ട് therefore n cube minus n is divisible by 6. അത് ലാസ്റ്റ് എന്തായാലും എഴുതണം. അങ്ങനെ എഴുതിയാൽ മാത്രമേ അത് ശരിയാവുള്ളൂ. കാരണം നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത് n ക്യൂബ് മൈനസ് n ഡിവിസിബിൾ ബൈ 6 ആണ്. നമ്മൾ എന്ത് ചെയ്തു? അതിന് 3 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ഏതൊക്കെയാണ് എടുത്തിട്ടുള്ളത്? a+1 a+2 എന്ന് എടുത്തു. അപ്പോൾ ഓരോ കേസിലും a × a+1 × a+2 എന്നുള്ളത് ഡിവിസിബിൾ ബൈ 6 എന്ന് പ്രൂവ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ എന്ത് പറയണം? ദ പ്രോഡക്റ്റ് ഓഫ് 3 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 6 ആണെങ്കിൽ n ക്യൂബ് മൈനസ് n എന്ന് പറയുന്നത് എന്താ? 3 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആണ്. അതുകൊണ്ട് n ക്യൂബ് മൈനസ് n എന്തായാലും ഡിവിസിബിൾ ബൈ 6 എന്ന് പറയുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക.